മലയാള സിനിമയുടെ ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു ഇടമുണ്ട് മെരിലാൻഡ് സ്റ്റുഡിയോയ്ക്ക്. ശൈശവത്തിൻ്റെ പരിമിതികളിൽ നിന്ന് നമ്മുടെ സിനിമയെ കൗമാരത്തിലേക്കും തിളക്കമാർന്ന യൗവനത്തിലേക്കും കൈപിടിച്ചുയർത്തിയ ബാനറുകളിൽ ഒന്നാണത്. പി സുബ്രഹ്മണ്യം എന്ന ദീർഘദർശിയായ കലാപ്രേമിയായിരുന്നു മെരിലാൻഡ് എന്ന ചലച്ചിത്ര പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡി. നിർമ്മാണം, സംവിധാനം, തിയേറ്റർ വ്യവസായം എന്നീ മേഖലകളിൽ സുബ്രഹ്മണ്യം നൽകിയ അമൂല്യമായ സംഭാവനകൾ സിനിമയുടെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ പാകി. പി സുബ്രഹ്മണ്യം, സിനിമാ ലോകം അദ്ദേഹത്തെ സുബ്രഹ്മണ്യം മുതലാളി എന്നാണ് വിളിച്ചത്. എന്നാൽ സിനിമയിലൂടെ അദ്ദേഹം ഭക്തിയുടെ നിറകുംഭമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ഒരു സിനിമ സ്റ്റുഡിയോ തിരുവനന്തപുരത്ത് ഉണ്ടാക്കണം, അത് മദ്രാസിൽ നിന്ന് സിനിമ കേരളക്കരയിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടമത്ത് സ്കൂൾ, നേമത്തൊരു സ്കൂളുണ്ടായി, എൻ്റെ പേര് കണ്ടമത്ത് സ്കൂൾ എന്നാണ്. ആ സ്ഥലം അദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് വളരെ ചിയർഫുള്ളായിട്ട് നടന്നതുകൊണ്ട്, അപ്പോൾ മെറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചിയർഫുൾ എന്നാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ആ സ്കൂൾ വാങ്ങി അദ്ദേഹം അവിടുത്തെ കെട്ടിടങ്ങൾ ഉപയോഗിച്ച് ഒരു ഫ്ലോർ പണിതു. അങ്ങനെ സ്റ്റുഡിയോ സ്ഥാപിച്ചപ്പോൾ അതിനെ മെറി ലാൻഡ്, ചിയർഫുള്ളായിട്ടുള്ള ഒരു ലാൻഡ് എന്നുള്ള ഒരു മെറി ലാൻഡ് എന്ന് നാമകരണം ചെയ്തു. അദ്ദേഹം സിനിമ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ പേരായ നീല പ്രൊഡക്ഷൻസ്, അതിൻ്റെ പേരിലാണ് സിനിമ നിർമ്മിച്ചത്. അപ്പോൾ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു. 56 ആദ്യമായിട്ട് മന്ത്രവാദി എന്ന ചിത്രം പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്തു. അപ്പോൾ മന്ത്രവാദി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സാങ്കേതികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ആ സിനിമ അവതരിപ്പിക്കുവാൻ വേണം തന്നെ. ഒരു പാട്ടവതരണത്തിൽ, നമ്മൾ പാട്ടിലേക്കാണല്ലോ വരുന്നത്, പാട്ടവതരണത്തിൽ ബാക്ക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് അന്ന് ഒരു കുതിരപ്പുറത്ത് പോകുന്നു, ആ പോകുന്ന രംഗം പുറത്തു പോയി ഈ പാട്ടുകൂടെ സിങ്ക്രണൈസ് ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ക്യാമറയും കൊണ്ട് പുറത്തു പോയിട്ട് ദൃശ്യങ്ങൾ പലതും പകർത്തും. ആകാശം, വനപ്രദേശങ്ങൾ, റോഡ്, അങ്ങനെയല്ല. ഇതിൻ്റെ പോസിറ്റീവ് പ്രിൻ്റ് കൊണ്ടുവന്നിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യും ബാക്കിൽ. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെളുത്ത ഒരു കർട്ടൻ പോലെ സാധനം, എന്ന് വെച്ചാൽ തുണി നന്നായിട്ട് വലിച്ചു കെട്ടുമെന്നർത്ഥം. അതിൻ്റെ മുമ്പിൽ ഈ കുതിരയിൽ ഈ കഥാപാത്രങ്ങൾ നിൽക്കും, പ്രേംനസീർ, മുത്തയ്യ ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് പ്ലേ ബാക്ക് ചെയ്തുകൊണ്ട് ഇവർ പാടും. ഇത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കൃത്യം ഈ വനപ്രദേശങ്ങളിലൂടെ, ഈ നഗരപാതയിലൂടെ, അല്ലെങ്കിൽ ആകാശമൊക്കെ കണ്ട് ഇങ്ങനെ ഇവർ യാത്ര ചെയ്യുന്നത് പോലെ തോന്നും. അങ്ങനെ ഒരു ബാക്ക് പ്രൊജക്ഷൻ എന്ന് പറയുന്നൊരു ടെക്നിക്കുണ്ട്. അപ്പോൾ വളരെ സാങ്കേതികമായിട്ട് വളരെ പരിമിതികൾ ഉണ്ടായിരുന്നൊരു കാലത്തും സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി അതിനെ മറികടക്കുവാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലെങ്കിൽ നല്ലൊരു സിനിമയെ കാണുന്ന എല്ലാവരെയും സംബന്ധിച്ചൊരു വിസ്മയമാണ് ഈ തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും. അത് സമ്മാനിച്ച സംവിധായകനാണ്. ഈ ഗാനരംഗത്തിലൂടെ നമുക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി ഓർക്കാം. വിണ്ണിൽ പായും മേഘം പോലെ വിരവോടു പോകാം, മണ്ണിൽ പുണ്യം നൽകാനെത്തി മംഗല്യനാളെ, മണ്ണിൽ പുണ്യം നൽകാനെത്തി മംഗല്യനാളെ, വിണ്ണിൽ മേഘം പോലെ. എൻ്റെ അച്ഛൻ ശ്രീ കമുകുര പുരുഷോത്തമൻ 1953 അച്ഛൻ പൊൻകതിർ എന്നൊരു സിനിമയിലാണ് അച്ഛൻ ആദ്യമായിട്ട് പാട്ട് 4 വരി ശ്ലോകം പാടിയിട്ടാണ് അച്ഛൻ തുടങ്ങുന്നത്. പിന്നെ 1955 ഹരിചന്ദ്രൻ എന്ന സിനിമയിൽ ആത്മവിദ്യാലയം എന്ന ഗാനം, ആ പാട്ട് പാടി. പക്ഷേ അതെല്ലാം മെരിലാൻഡ് സ്റ്റുഡിയോയുടെ ബാനറിലുള്ള സിനിമകളിലാണ് അച്ഛൻ പാടിയത്. അതിൻ്റെ സംവിധായകൻ ശ്രീ സുബ്രഹ്മണ്യം മുതലാളി അല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം എന്ന് പറയുന്നത് 1956 വരുന്ന മന്ത്രവാദി എന്ന സിനിമയാണ്. അതിൽ അച്ഛൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, വിണ്ണിൽ മേഘം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഗാനം. അത് എഴുതിയത് തിരുനേനാർ കുറിച്ച് മാധവൻ നായർ, സംഗീതം സംവിധാനം ബ്രദർ ലക്ഷ്മണനാണ്. ആനന്ദം കൊണ്ടാടി പാരാഗപ്പൂക്കൾ ചൂടി, ആനന്ദം കൊണ്ടാടി പാരാഗപ്പൂക്കൾ ചൂടി, അൻപിൻ ഗാനം പാടി നാമാരണ്യത്തിൽ കൂടി. ആനന്ദം കൊണ്ടാടി പാരാഗപ്പൂക്കൾ ചൂടി, അൻപിൻ ഗാനം പാടി നാമാരണ്യത്തിൽ കൂടി. ചെല്ലുക മുമ്പേ ഉല്ലാസത്താലേ, മണ്ണിൽ പുണ്യം നൽകാനെത്തി മംഗല്യനാളെ,
മണ്ണിൽ പുണ്യം നൽകാനെത്തി മംഗല്യനാളെ മിന്നിൽ മേഘം പോലെ